എൻ്റെ ഡ്രീം ലുക്ക്, എൻ്റെ വെഡ്ഡിങ് ലുക്കായിരുന്നു. അത് വന്നിട്ട് ഗോൾഡ് സെറി ആയിരുന്നു. അതിൻ്റെ വീവിങ്ങിൽ അത് ഫുൾ ഗോൾഡ് ആൻഡ് സിൽവർ സെറിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സാരി തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ അമ്മേനെ വിട്ട് അമ്മ പോയി എസ്ബാറിൻ്റെ മെറ്റീരിയൽ എടുത്തു, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ബട്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ കൈ കിട്ടുന്നത് രംഗോലിൻ്റെ തലേദിവസമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് മസ്കറ്റിലെത്തി. അങ്ങനെ സ്കൂളും വീടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. മാരീഡ് ലൈഫ് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ആൾ നാട്ടിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് ഐ എം വിത്ത് മൈ ഫാദർ, സോ അതുകൊണ്ട് എനിക്ക് ഇച്ചിരിയൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എൻ്റെ ഔട്ട്ഫിറ്റ്സിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു റീസെൻ്റ്ലി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റിനെ വെച്ചിട്ട്, വെഡ്ഡിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുത്തങ്ങ് ചെയ്താലോ എന്ന്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ കൂടുതലായിട്ട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹൽദി ഔട്ട്ഫിറ്റും എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ. മിക്ക ബ്രൈഡ്സിനും ഒരുപാട് കഥകൾ പറയുന്നുണ്ടാവും അവരുടെ ഔട്ട്ഫിറ്റിനെ പറ്റി, അവരെങ്ങനെയായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക, അവരെത്രത്തോളം അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തു എന്നൊക്കെ ഉള്ളത്. ബട്ട് എനിക്കെല്ലാം ഇങ്ങനെയായിരുന്നു, സഡൻലി എടുത്ത തീരുമാനങ്ങളായിരുന്നു എല്ലാം. എൻ്റെ രംഗോലിയൊക്കെ വിറ്റായിരുന്നു. അന്ന് രാവിലെയാണ് ഞാൻ പോയിട്ട് ഔട്ട്ഫിറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അതിനെക്കാട്ടും വലിയ കഥയാണ്. അപ്പോൾ നമുക്കെൻ്റെ ഫസ്റ്റ് ഐറ്റം, അതായത് എൻഗേജ്മെൻറ്റിലേക്ക് പോവാം. എൻ്റെ എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ബത്തേരിയിൽ തന്നെയാണ്. ബത്തേരിയിൽ അത് ഞാൻ എസ് ഭാരതി പോയപ്പോഴൊന്നും എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10K ബിലോ ആയിരുന്നു കേട്ടോ. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഔട്ട്ഫിറ്റിന് എനിക്ക് വേണ്ടത് 10K ബിലോ ആയിരുന്നു. അങ്ങനെ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങി എനിക്ക് അവിടെ നിന്ന് എനിക്ക് ബഡ്ജറ്റ് ഒതുങ്ങണം എന്ന് എനിക്ക് ഇഷ്ടപ്പെടുകയും വേണം, അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സെഞ്ച്വറിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, ബത്തേരി തന്നെയുള്ള സെഞ്ച്വറി ഫാഷൻസിൽ. അപ്പോൾ അവിടെ ആണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ബ്ലൂ കളർ ലെഹങ്ക ചൂസ് ചെയ്തത്. അതൊരു ഓൾഡ് ഫാഷനാണ്, ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ആ ഒരു മോഡലിൻ്റെ. ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അച്ഛനെ വീഡിയോ കോൾ കാണിച്ചപ്പോൾ അച്ഛനും ഇഷ്ടപ്പെട്ടു, അച്ഛമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഫിക്സ് ചെയ്തു. അത് അന്ന് എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ജസ്റ്റ് അഡ്വാൻസ് കൊടുത്ത് ഇട്ടിരുന്നു കേട്ടോ. സെഞ്ച്വറിയിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് ഇട്ടു, മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് പിന്നെ അത് എടുക്കുകയാണ് ചെയ്ത്, കൺഫേം ചെയ്ത് തന്നെ എടുത്തു ആ ഒരു ഡ്രസ്സ്. അതിനെപ്പറ്റി ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. ഞാനിവിടെ സൈറ്റിൽ കാണിക്കുന്നുണ്ടാവും വീഡിയോ ഫോട്ടോയും കാണിക്കാം. ഒരുപാട് പേര് ചോദിച്ചാൽ എന്താ സിമ്പിളായിപ്പോയത്, എന്താ ഒന്നും ചെയ്യിക്കാതെ. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതെന്താ പുറത്തുനിന്ന് ഡിസൈൻ ചെയ്യിപ്പിക്കാത്തതെന്നൊക്കെ. എനിക്ക് ഭയങ്കര ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്നായിരുന്നു എൻഗേജ്മെൻറ്റ് ഡേറ്റൊക്കെ എടുത്തത്. അപ്പോൾ എനിക്ക് ഡിസൈൻ ചെയ്യിക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയത് എനിക്കതായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് തന്നെ ഫീൽ ചെയ്തു ആ ഡ്രസ്സ് ഇട്ടോ, നല്ല ഉണ്ടായിരുന്നു. പിന്നെ അതിൽ എൻ്റെ ഓർണമെൻറ്റ്സ് ആണെങ്കിൽ ഓർണമെൻറ്റ്സ് റെൻ്റലായിരുന്നു. ബത്തേരി തന്നെ പ്രീമിയോ എന്നാണ് ഞാനത് റെൻ്റലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക ബത്തേരിക്കാർക്കും അറിയാം, എല്ലാവരും മിക്കവരും അവിടെ നിന്ന് തന്നെയാണ് റെൻ്റലായിട്ടുള്ള സാധനങ്ങൾ എടുക്കുക കേട്ടോ, ബത്തേരി ഉള്ളവരൊക്കെ. ബത്തേരി നല്ല ഇപ്പോൾ പുറത്തുനിന്നുള്ളവരൊക്കെ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറാണത്, പ്രീമിയോ. അന്നേരം അവിടെ നിന്നാണ് എൻ്റെ റെൻ്റൽ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് ചെയ്തത് കൽപ്പറ്റയുള്ള ബ്രൈഡൽ ക്രാഫ്റ്റ് എന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതും നല്ല ഉണ്ടായിരുന്നു, നല്ല അഫോർഡബിൾ ആയിട്ടുള്ളായിരുന്നു, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു കേട്ടോ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നെയിൽസൊക്കെ ഞാൻ വേറെ കസ്റ്റമൈസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഞാൻ എക്സ്റ്റൻഷൻ വയ്ക്കുകയാണ് ചെയ്തത്, പാർലറിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ നല്ല ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണമാണല്ലോ. കല്യാണത്തിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ രംഗോലി ആയിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ 10 ദിവസം ഇല്ല, 8 ദിവസം മുന്നെയാണ് ഞാൻ നാട്ടിലെത്തുന്നത് കേട്ടോ. അതായത് ഡിസംബർ 28 എൻ്റെ കല്യാണം. ഞാൻ എത്തുന്നത് ഡിസംബർ 29 വീട്ടിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫുള്ളും ഓൺലൈനായിരുന്നു. ഓൺലൈൻ കസ്റ്റമൈസേഷനും ഓൺലൈൻ മെഷർമെൻറ്റും ഒക്കെ ഓൺലൈൻ ത്രൂ ആയിരുന്നു എൻ്റെ പർച്ചേസൊക്കെ.
അപ്പോൾ എൻ്റെ രംഗോലിക്ക് എൻ്റെ മനസ്സിലൊരു ഓറഞ്ച് കളർ ആയിരുന്നു എനിക്ക് വേണ്ടത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി, കസിൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഗ്രീൻ കളർ, അവർക്ക് ഗ്രീൻ ഷെയ്ഡ്സ് ഓഫ് ഗ്രീനും ഞാനൊരു ഓറഞ്ച് കളറുമായിരുന്നു പറഞ്ഞ്. അങ്ങനെ അമ്മേനെ വിട്ട് അമ്മ പോയി എസ്ബാറിൽ മെറ്റീരിയൽ എടുത്തു, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ബട്ട് എനിക്കത് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ കൈ കിട്ടുന്നത് രംഗോലിൻ്റെ തലേദിവസമാണ്. ഞാനൊരു ഷരാറയാണ് ഉദ്ദേശിച്ചത്, ബട്ട് എനിക്കത് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേദിവസമായപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അതിന് വേണ്ടിയിട്ട്. കാരണം ഞാനൊരു ഫംഗ്ഷൻ വെച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ലതാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അന്ന് അത് 26th എനിക്ക് രംഗോലി നൈറ്റ്. അന്നേരം 26th മോർണിംഗ് ഞാൻ അമ്മേനെയും കൂട്ടി എസ് ഭാരതിൽ പോയി. എനിക്ക് എസ് ഭാരതി വിട്ട് വേറെ കളിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ എസ് ഭാരതിൽ പോയി. എസ് ഭാരതിൽ നിന്ന് തപ്പി എനിക്ക് ഓറഞ്ച് ഉണ്ടായിരുന്നില്ല, എനിക്ക് സൈസ് ഉണ്ടായിരുന്നില്ല, ചെറുതായിരുന്നു ഒന്നെങ്കിൽ അല്ലെങ്കിൽ വലുതായിരുന്നു. സൈസ് ഭയങ്കര വലുപ്പമൊക്കെ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സൈസുള്ളത് കിട്ടുന്നില്ല, ഓറഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ തപ്പി എനിക്ക് അവസാനം ബ്ലാക്ക് കിട്ടിയപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ വീട്ടിൽ നിന്ന് ചോദ്യം വന്നു, നല്ല കാര്യങ്ങളിൽ കറുപ്പിടാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഞാനൊന്നും കേട്ടില്ല. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സൽവാർ. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരുന്നു അത്. അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് സൽവാർ എടുത്തു, താഴെ അവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ കൊണ്ടുപോയിട്ട് ഷേപ്പ് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു. വൈകുന്നേരം ഞാനത് ഇട്ടു. പക്ഷെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു കളറായിരുന്നു. അന്ന് എനിക്ക് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് മന്ത്ര ബ്രൈഡൽസ് ആയിരുന്നു, ബത്തേരി ഉള്ളത്, റാണി ചേച്ചി. അപ്പോൾ അതും അടിപൊളിയാക്കി തന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേൾസൊക്കെ ഇട്ട് എനിക്ക് ഡിഫറെൻറ്റ് ലുക്കാക്കി കളഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞാൻ കേൾസ് ആക്കുമെന്ന്. ഞാൻ ഫുള്ളി കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലുക്കിൽ നിന്ന് കേൾസ് മാറിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തന്നെ തോന്നിയിട്ടു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു ആ ലുക്ക്. അങ്ങനെ അത് ചെയ്തു. എന്താണ് എൻ്റെ രംഗോലി ഔട്ട്ഫിറ്റ്. എനിക്ക് തോന്നുന്നു അതിനൊരു ബിലോ 3000 അങ്ങനെ എന്തോ ആ സൽവാറിനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് തയ്ച്ച് എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ രംഗോലി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് എൻ്റെ ഹൽദി ഉണ്ടായിരുന്നത്. ഹൽദി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അമ്മ പോയിട്ട് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ഹൽദി ഔട്ട്ഫിറ്റ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ്. എൻ്റെ അമ്മയാണ് അത് പോയി മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതും എസ് ഭാരത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹൽദി ഔട്ട്ഫിറ്റ്. എനിക്ക് ഇങ്ങനെ ഒരു മോഡൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കൊരു പെലാസോ പാൻസ് ആൻഡ് ക്രോപ്പ് ടോപ്പാണ് വേണ്ടതെന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജാക്കറ്റ്, എൻ്റെ മനസ്സിലൊരു ഫുൾ ജാക്കറ്റായിരുന്നു വേണ്ടത്. ബട്ട് എനിക്കത് ഫുൾ കിട്ടിയില്ല. ഫുൾ ഉണ്ടായിരുന്നു, ബട്ട് അതിന് വർക്ക് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ജാക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇച്ചിരിയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ അതേപോലെ എനിക്കിത് ചേരുമോ, ഈ ഡ്രസ്സ് ഉണ്ടാവുമോ എന്നൊക്കെ. ബട്ട് അത് ഞാൻ ഇട്ടു വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു കളറ് അടിപൊളി ഒരു പിങ്കായിരുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ യെല്ലോ ആയിരുന്നു ബാക്കി എല്ലാവരും. ഞാനും ശ്രുതനും ഗ്രൂമും പിങ്കായിരുന്നു. അത് നല്ലൊരു കളറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് എൻ്റെ ആ ലുക്കിന് കിട്ടി. ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടി. എനിക്ക് കുറേ എൻക്വയറീസ് വന്നു, അത് എവിടെ നിന്നാണ് എടുത്തത്, കസ്റ്റമൈസ് ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു. അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നും വാട്സപ്പിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് കമൻസൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എസ് ഭാരത് തന്നെയാണ് എടുത്തത്. ആക്ച്വലി എൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ബിലോ 3000 ആണ്. ഒരു 2700 സംതിങ് എനിക്ക് ആ ഡ്രസ്സിനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ബഡ്ജറ്റ് തന്നെയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പെലാസോ പാൻസൊക്കെ ആയിട്ടും കറക്റ്റ് ഫിറ്റുമായിരുന്നു. ഒന്നും ചെറുതായിട്ട് നോട്ടേണ്ടി വന്നു. അടിപൊളിയായിരുന്നു. അതിൻ്റെ ലുക്കാണെങ്കിലും ഞാൻ അന്ന് കേൾസ് മറ്റൊരു ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇതിനും ഞാൻ കേൾസ് തന്നെ ആക്കി. ഫുൾ കേൾസ് എടുത്തിട്ടൊരു പോണി പോലെ ആക്കി, ഒരു മെസ്സി പോണി ടെയിലായിരുന്നു അത്. അതും കിട്ടില്ലായിരുന്നു. അത് മേക്കപ്പ് ചെയ്തത് മന്ത്ര ബ്രൈഡൽസ് റാണി ചേച്ചി തന്നെയായിരുന്നു കേട്ടോ, ബത്തേരി തന്നെ ഉള്ളത്. അതും അടിപൊളിയാക്കി അവർ തന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ആ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഒരു റിഗ്രറ്റ് വന്നത് എൻ്റെ ഒരു സിംഗിൾ പിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എൻ്റെ സിംഗിൾ പിക്ക് ആ ഒരു കോസ്റ്റ്യൂമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ രംഗോലിൻ്റെയും ഹൽദീൻ്റെയും വീഡിയോസ് എടുത്തത് ലൈറ്റ്സ് ആൻഡ് ഫ്രെയിംസ് കൊണ്ട് ബത്തേരി തന്നെ ഒരു ടീമായിരുന്നു കേട്ടോ. അതും അടിപൊളിയൊക്കെ അവർ ചെയ്തിരുന്നു. എൻ്റെ എക്സ്പെക്റ്റേഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൽദീൻ്റെ അന്ന് വൈകുന്നേരം നമ്മുടെ മൈലാഞ്ചി ചടങ്ങുണ്ടായിരുന്നത്. അതൊരു ട്രഡീഷണൽ ആവണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കസിൻസും എൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും സെറ്റായിരുന്നു. സെറ്റിൻ്റെ എന്തെങ്കിലും ഐറ്റം, സെറ്റിൻ്റെ പട്ടുപാവാട സെറ്റ്, സാരി സെറ്റ്, മുണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും സെറ്റ് സാരി സെറ്റുമുണ്ട്, അതായിരുന്നു നമ്മുടെ തീം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലൊരു വെറൈറ്റി എടുത്തിട്ട് ഞാൻ സെയ്ഡ് ഫാഷൻസ് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു ലെഹങ്ക
അല്ലെങ്കിൽ ധാവണി എന്നൊക്കെ പറയാം, ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ദുപ്പട്ടയും അത് ഓർഡർ ചെയ്തു. ഓൺലൈൻ കസ്റ്റമൈസേഷൻ ആയിരുന്നു. ഞാൻ ഡേറ്റ് പറഞ്ഞു, കറക്റ്റ് ഡേറ്റിന് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ നാട്ടിൽ പോയതിന് ശേഷമാണ് നേരിട്ട് കാണുന്നത്. അധികം വർക്കൊന്നുമില്ല, ചെറിയൊരു വർക്കൊക്കെ ആയിട്ട് ഒരു സംഭവം, ഒരു നല്ലൊരു സാധനമായിരുന്നു ഇവിടെ കാണിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഭയങ്കര ഒരു അതായത് നമ്മൾ വേറിട്ട് നിൽക്കുമല്ലോ. ആ കളറാണെങ്കിൽ ഞാൻ എൻ്റെ ഈ വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനും ഈ കളർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു. ഇതിൻ്റെ മേക്കപ്പ് ചെയ്തത് ബഡിൽ ക്രാഫ്റ്റ് ആയിരുന്നു, കൽപ്പറ്റയുള്ള. ആൻഡ് അതിൻ്റെ ഓർണമെൻറ്റ്സ് വന്നിട്ട് ഗോൾഡൻ കപ്പ് എൻ്റെ ജ്വല്ലറി എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ഈ മാല അവരുടെ കോഴിക്കോട് ഷോറൂമിൽ നിന്നാണ് എടുത്തത്. അതും ഈ ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ കൈ കിട്ടാൻ കുറച്ചൊന്ന് ലേറ്റായി പോയായിരുന്നു. കുറച്ചും ടെൻഷൻ അടിച്ചു, പക്ഷെ നല്ല കൈ കിട്ടി. അത്യാവശ്യം എല്ലാവരും നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ ലുക്ക് തന്നെയായിരുന്നു. ഭയങ്കര സിമ്പിളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികം ഓവറായിട്ട് മേക്കപ്പിലാണെങ്കിൽ ലെൻസ് ലാഷസ് അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മിനിമം മേക്കപ്പ് തന്നെയായിരുന്നു. ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കര മൈൽഡായിട്ട് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. കണ്ണൊന്നും വലുതായിട്ടൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് ഈ ഔട്ട്ഫിറ്റിനും ബിലോ 10K ആണ് ആയിട്ടുണ്ടായിരുന്നത്. 8,000 സംതിങ് അങ്ങനെ എന്താണ് ഈ ഒരു സാധനത്തിന് എനിക്കായത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അടുത്തത് വന്നിട്ട് എൻ്റെ ഡ്രീം ലുക്ക്, എൻ്റെ വെഡ്ഡിങ് ലുക്കായിരുന്നു. പണ്ട് ഈ ഗോൾഡൻ കളർ സാരി ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മേനോട് പറയുന്നു, എൻ്റെ കല്യാണത്തിന് എനിക്ക് ഗോൾഡൻ കളർ സാരി ഒന്നും പറ്റത്തില്ല, എനിക്ക് നല്ല ബ്രൈറ്റ് കളർ വേണമെന്ന് പറയുന്നു. ബട്ട് ആ ഒരു ട്രെൻഡ് ഞാനും ഫോളോ ചെയ്തു. അങ്ങനെ എൻ്റെ കല്യാണ സാരി എടുത്തത് കാഞ്ചീവരം എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ആര്യ ബഡായിൻ്റെ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല ഫേമസ് ആണത്. എറണാകുളത്തുള്ള ആര്യ ബഡായിൻ്റെ ഷോപ്പായിട്ടുള്ള കാഞ്ചീവരത്ത് നിന്നാണ് ഞാനത് എടുത്തത്. അത് ഞാൻ ജൂണിലാണ് ഞാൻ ആ സാരി മേടിക്കുന്നത്. ജൂലൈയിലാണ് ഞാൻ ആ സാരി മേടിക്കുന്നത്. ഇത്രയും മന്ത് പ്രയറായിട്ട് എടുത്തു വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ. പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണത്തിനൊക്കെ സാധനങ്ങൾ മുൻകൂട്ടി എടുത്ത് വെക്കരുത്, അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 ഫ്രണ്ട്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്തിനാണ് നമ്മൾ വെറുതെ ഒരു കരടിട്ട് നമുക്ക് തന്നെ സ്വയം വേദനിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. അത് ഫാമിലിയിലാണെങ്കിൽ അധികം ആർക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഞാനും അമ്മയും കൂടെയാണ് എറണാകുളത്ത് പോയത്. പിന്നെ അച്ഛൻ 2-3 കസിൻസ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് സാരി എടുത്തു. അത് വന്നിട്ട് ഗോൾഡ് സെറി ആയിരുന്നു. അതിൻ്റെ വീവിങ്ങിൽ അത് ഫുൾ ഗോൾഡൻ സിൽവർ സെറിയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം സാരി തന്നെയായിരുന്നു. എനിക്ക് വെറും ഒരു 30 മിനിറ്റും കൂടെ എടുത്ത സാരിയാണത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ പോയി പറഞ്ഞു, അത് വച്ച് നോക്കി. രണ്ടാളും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പാറ്റേൺസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് നോക്കി, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. അങ്ങനെയാണ് അതും ഞാൻ എടുത്തത്, എൻ്റെ കല്യാണ സാരി. എൻ്റെ കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരി വന്നിട്ട് സെറ്റ് മുണ്ടായിരുന്നു. സെറ്റ് മുണ്ട് എഗെയിൻ അവരത് യെസ് ഭാരത് എന്നാണ് എടുത്തത്. യെസ് ഭാരത് എന്നാണ് എൻ്റെ സെറ്റ് മുണ്ട് എടുത്തത്. അതിനും എനിക്ക് തോന്നുന്നു 5,000 ബിലോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ ആ സെറ്റ് സാരിക്ക്. ബട്ട് നല്ലതായിരുന്നു. സാരിയിലെ സെറ്റ് മുണ്ടായിരുന്നു, നല്ല വീവിങ് ഒക്കെ ആയിട്ട് നല്ലൊരു പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ 3 ലുക്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ലുക്കായിരുന്നു. കാരണം ആ ഒരു ഭയങ്കര ട്രഡീഷണൽ ലുക്കല്ലേ, അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എൻ്റെ കല്യാണ സാരി എടുത്തിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ സൈഡിൽ നിന്ന് മേടിച്ച താലി കിട്ടുമ്പോഴുള്ള സാരിയായിരുന്നു എൻ്റെ ഫേവറേറ്റ് വൺ. അത് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സെറ്റ് മുണ്ടും നല്ല തന്നെയായിരുന്നു. പിന്നെ എൻ്റെ 3ാമത്തെ സാരിയും എൻ്റെ പുടവ സാരി വന്നിട്ട് AR ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളി എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നമ്മുടെ ഒരു ബ്രൈഡ്സ് എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിലേക്ക് ഓടുന്നൊരു കളറാണ് റെഡ് ചില്ലി അല്ലെങ്കിൽ റെഡ് കളറ്, റാണി പിങ്ക് ഒക്കെ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര കോമൺ ആണ് അത് എടുക്കരുതെന്ന്. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് മൈൻഡിലൊരു നമ്മുടെ കല്യാണത്തിന് ഇങ്ങനെ വേണം എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കളറായിരുന്നു എനിക്ക് റെഡ് കേട്ടോ. എനിക്ക് റെഡ് വേണം എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ ആദ്യം റെഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ചീവരത്ത് പോയത്. പക്ഷെ എനിക്ക് അത് അവിടെ നിന്ന് റെഡ് കിട്ടിയില്ല. പിന്നെയാണ് എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഇത്. അങ്ങനെ AR ഹാൻഡ്ലൂംസിൽ ഞാൻ പോയിട്ടില്ല, ശ്രുതിൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ അമ്മയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് കളർ അങ്ങ് ക്ലിയർ ആവുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റെഡ് അല്ലെങ്കിൽ റാണി പിങ്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പുടവ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ ബ്ലെൻഡായിരുന്നു. ശരിക്കും റെഡും അല്ല അത് റാണി പിങ്കും അല്ല, അത് രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡായിട്ടുള്ള സാധനമാണത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സാരി ആയിരുന്നു അത്. പക്ഷെ അതെനിക്ക് കൊടുത്തിട്ട് അധികം ഒന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് വേഗം എടുത്ത് മാറി വേഗം ഞങ്ങൾ പോവുകയാണ് ചെയ്തത് കേട്ടോ.
അത് നല്ല അടിപൊളി സാരി ആയിരുന്നു. എനിക്ക് അതിന് സിംഗിൾ പിക്കൊന്നും കിട്ടിയില്ല, കാരണം സമയം ഉണ്ടായില്ല അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല സാരി ആയിരുന്നു. പിന്നെ ഈ 3 സാരീൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്തത് യെസ് ഭാരതൻ തന്നെ ഓരോ ബോട്ടിക്ക് എന്നാണ് ബത്തേരിയുള്ള. ഞാൻ അവരെ പ്രയറായിട്ടൊരു 2 months മുന്നേ അവരെ ബുക്ക് ചെയ്ത് വെച്ചു. കാരണം ഇന്ന ഡേറ്റിലായിരിക്കും ഞാൻ സാധനം തരുവാന്ന് പറഞ്ഞു. ഞാൻ 20th 21st ഞാൻ ഈ 3 ബ്ലൗസുകളും കൊടുക്കുന്നത് അവരുടെ കയ്യിൽ തയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം മെഷർമെൻ്റ് എടുത്ത് തയ്ക്കണ്ടേ, അപ്പോൾ ഓൺലൈൻ മെഷർമെൻറ്റ് കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ നേരിട്ട് ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് 26th തരണമെന്ന് പറഞ്ഞു. ബട്ട് ഇത്രയും ഷോർട്ട് പീരീഡിനുള്ളിൽ അവർ 3 എണ്ണം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്തു തന്നു. ഞാൻ ആകെ ട്രയൽ ചെയ്തത് എൻ്റെ കലർ വേഴ്സ് മാത്രമാണ്, ബാക്കി ഒന്നും ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ട്രയലിങ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ രീതിക്ക് എനിക്കാണെങ്കിൽ എൻ്റെ കല്യാണ ബ്ലൗസിലകത്ത് അധികം വർക്കൊന്നും വേണം, എനിക്ക് നെക്കിൽ മാത്രം ചെറിയൊരു വർക്ക് മാത്രം ചെയ്താൽ മതി ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തു. എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസ്, എൻ്റെ മറ്റേ റെഡ് കളർ സാരീൻ്റെ ബ്ലൗസ് ഒക്കെ 3 കിട്ടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഫിറ്റും എൻ്റെ ഒരു ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത് അതേ ബഡ്ജറ്റിൽ അവർ ചെയ്തു തന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ വർക്ക്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ആ ഷോർട്ട് ടൈമിൽ അവരതെനിക്ക് അത്ര നന്നായിട്ട് ചെയ്തു തന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ അവരുടെ അതിനകത്ത്. അപ്പോൾ അത് 3 എണ്ണമായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ സാരികളും എൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ. കല്യാണത്തിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സബീനാസ് ബ്രൈഡൽ മേക്ക് ഓവർ കണ്ണൂരുള്ള ഒരു ടീമായിരുന്നു. അവർ തലേദിവസം ഹോൾട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി മേക്കപ്പായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. അത്രയും കിടുള്ള മേക്കപ്പായിരുന്നു എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മേക്കപ്പിനെ കുറിച്ചൊക്കെ. ബട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ മേക്കപ്പ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ജ്വല്ലറി ആണെങ്കിൽ റീഗൽ ജ്വല്ലേഴ്സ് കാലിക്കറ്റ് ആയിരുന്നു. അതും ഞങ്ങൾ പ്രയറായിട്ട് തന്നെ എടുത്ത് വെച്ചായിരുന്നു ജ്വല്ലറിയൊക്കെ. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ നെക്സ്റ്റ് വീക്ക് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി എടുക്കുകയാണ് ചെയ്തത്. ഞാനും അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ ആയിട്ട് ഞങ്ങളും പോയി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു, അതൊക്കെ മേടിച്ചു. പിന്നെന്താ പറയാനുള്ളത്, എൻ്റെ കല്യാണത്തിൻ്റെയും തലേ ദിവസത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പെപ്പ്യാർട്സ് ആണ്. ബത്തേരി തന്നെയുള്ള പെപ്പ്യാർട്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ കല്യാണം അടിപൊളിയായി കഴിഞ്ഞു. അടുത്തത് എൻ്റെ റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷൻ 29th night ആയിരുന്നു ഉണ്ടായിരുന്നത്, ബത്തേരി തന്നെ വെച്ചിട്ടായിരുന്നു. റിസപ്ഷൻ്റെ ഡ്രസ്സ് നീഡിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആക്ച്വലി എനിക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു അവർക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. കാരണം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അവർ കറക്റ്റ് ടൈം ഡെലിവറി ചെയ്തിട്ടില്ല, കുട്ടിക്ക് തലേ ദിവസത്തെ ഡ്രസ്സ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ആയത്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ കൊടുത്തു. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് നേരത്തെ കിട്ടി. അടിപൊളി വർക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതേ സാധനം ഞാൻ വേറൊരു സ്ഥലത്ത് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് 25K എബവ് ആണ് അവർ പറഞ്ഞത്. ബട്ട് ഇത് എനിക്കൊരു 15,000 എനിക്ക് സാധനം കൈ കിട്ടി. അത്രയും അത്രയും വർക്കൊക്കെ ഫുൾ ഹാൻഡ് വർക്കായിരുന്നു, മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ട് അവരതൊരു ബഡ്ജറ്റ് എനിക്ക് ചെയ്തു തന്നു. അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഓർണമെൻറ്റ്സിനടുത്തത് ഗോൾഡൻ കപ്പ് കൊച്ചിയിൽ നിന്നായിരുന്നു. എൻ്റെ ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്തത് ബ്രൈഡൽ ക്രാഫ്റ്റ് കൽപ്പറ്റയുള്ളവരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ലുക്കായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇതുവരെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ബാക്കി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് നടന്നു. അതിൽ തന്നെ എന്നോട് വേറെ കുറേ പേര് ചോദിച്ചാണ് എൻ്റെ അമ്മയുടെ സാരി കേട്ടോ. അമ്മയുടെ സാരി എടുത്തത് ഭയങ്കര വിറ്റായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഓൺലൈനായിട്ട് മേടിക്കുകയാണ് ചെയ്തത്, നേരിട്ടൊന്ന് കാണുക പോലും ചെയ്യാണ്ട് ഇഹാ ഡിസൈൻസ് ആണ് മേടിച്ചത് കേട്ടോ. ഇത്രയും വലിയൊരു എമൗണ്ടിന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് അടിപൊളിയായിരുന്നു അമ്മയുടെ സാരി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് എൻ്റെ ഹെൽത്തി ഔട്ട്ഫിറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നൊക്കെ ഉള്ളത്. എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചതും അതിനെപ്പറ്റി തന്നെയായിരുന്നു. ഹെൽത്തി ഔട്ട്ഫിറ്റ് ആയിരുന്നു എൻ്റെ ബഡ്ജറ്റ്, എൻ്റെ ഹെൽത്തി ഔട്ട്ഫിറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.